നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കേറിപ്പോന്നോളി. നെഞ്ച് വിരിച്ച് ചിറ്റപ്പൻ, മുണ്ട് മടക്കി ചിറ്റപ്പൻ, മീശ പിരിച്ച് ചിറ്റപ്പൻ, ചീത്ത വിളിച്ച് ചിറ്റപ്പൻ. എങ്ങനെ ചീത്ത വിളിക്കാതിരിക്കും? അമ്മാതിരി പണിയല്ലേ പാർട്ടി ചിറ്റപ്പനോട് കാണിച്ചത്. ഒരുമാതിരി മറ്റേ പരിപാടിയായി പോയി കേട്ടോ. അതേ സുഹൃത്തുക്കളെ, ആ പച്ചയായ മനുഷ്യനെ കൺവീനർ സ്ഥാനം രാജിവെപ്പിച്ച് കണ്ണൂർക്ക് മടക്കി അയച്ചിരിക്കുന്നു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചിറ്റപ്പന്റെ ജീവിതം പിന്നെയും ബാക്കി. അങ്ങനൊന്നും തോറ്റു കൊടുക്കാനൊന്നും ചിറ്റപ്പൻ തയ്യാറല്ല. എല്ലാത്തിനെയും ചിറ്റപ്പൻ തൂങ്ങുവാണ്, എല്ലാത്തിനെയും കൊണ്ടേ പോകൂന്ന്. ഇൻഡിഗോ വിമാന കമ്പനിയെ പറപ്പിക്കുന്ന ചിറ്റപ്പനോടാ അവന്റെയൊക്കെ കളി. ഇതിലും വലിയ ഒതുക്കൽ നേരിട്ടാണടെ ഇവിടെ വരെ എത്തിയത്. വെടിയുണ്ടയ്ക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് വേക്കടാ വെടി എന്ന് പറഞ്ഞ ചിറ്റപ്പനെ ഉടുക്കോട്ടി പേടിപ്പിക്കല്ലേ ഗോവിന്ദ. ഗോവിന്ദ പാർട്ടി സെക്രട്ടറി പുറംകാലിന് തോഴിക്കും ചിറ്റപ്പൻ. ഗോവിന്ദ ഇജ് തച്ച് വെച്ചോ, ഇന്റർവെൽ ആയിട്ടേ ഉള്ളൂ, പിക്ചർ അഭി ബാക്കി ഹേ. കൺവീനർ സ്ഥാനമേ രാജിവെച്ചിട്ടുള്ളൂ. അണ്ണൻ ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെയാണടേ. എന്തേ സംശയം ഉണ്ടാ? വിമാന കമ്പനികളുമായി കട്ടക്കലിപ്പിലായതിനാൽ നാട്ടിൽ നിന്ന് തലസ്ഥാനത്തേക്കും തലസ്ഥാനത്ത് നിന്ന് നാട്ടിലേക്കും സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്ത് നട്ടല് റബറായ ചിറ്റപ്പന്റെ ദുരിതം തീർത്തു കൊടുത്ത പാർട്ടി സെക്രട്ടറിക്ക് അഭിവാദ്യങ്ങളുടെ 100 ചുവപ്പൻ ക്യാപ്സൂളുകൾ എന്നൊരു കരക്കമ്പി വന്നിട്ടുണ്ട്. അത് വേണ്ട കേട്ടാ. അത്തരം ട്രോളുകളൊന്നും വേണ്ട ചിറ്റപ്പനോട്. ചിറ്റപ്പൻ ഒരു വരവ് കൂടി വരുന്നുണ്ടടേ. അന്ന് ഗോവിന്ദൻ മ്യാമന്റെ കസേര ഉൾപ്പെടെ തൂക്കും. ഗോവിന്ദ ചെവിയെ നുള്ളിക്കോന്ന് പറഞ്ഞാ ചിറ്റപ്പൻ പോയിരിക്കുന്നത്. വിടൂല ഗോവിന്ദ, എന്നെ വിടൂലെന്ന് ചിറ്റപ്പൻ. കണ്ണീര് തുടച്ചിട്ട് ബാക്കി വര സിത്തപ്പ. എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം. ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ കൂടെ നിന്ന് കാല് വാരിയതും പോരാ, എന്നിട്ടിപ്പോൾ സഭ കൂടി പിരിച്ചു വിട്ടേക്കുന്നു. പാർട്ടി സെക്രട്ടറി കസേര തൂക്കി, പിന്നെ കൺവീനർ കസേരയിൽ നിന്നും പുറത്താക്കി. ഗോവിന്ദൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ചിറ്റപ്പൻ ഇമോഷണൽ ആകരുതല്ലേടെ അങ്ങോട്ട്. കണ്ണൂരേക്ക് പോകും മുന്നേ ഗോവിന്ദനുള്ളത് കൊടുത്തിട്ടാ പക്ഷേ ചിറ്റപ്പൻ പോയതായി. സ്വർണ്ണ മുതലാളിമാർ, ബാർ മുതലാളിമാരുമായുള്ള ഗോവിന്ദൻ സഖാവിന്റെ അവിഹിത ബന്ധത്തിന്റെ, അതായത് ഡിങ്കോൾഫി, അതിന്റെ ഒരു തീപ്പൊരി ചിറ്റപ്പൻ വെറുതെ ഒന്ന് വാരി വിതറിയിട്ടുണ്ട്. ചെറിയ പടക്കത്തിന് തിരികൊളുത്തി. ഇനി മുട്ടൻ ഗുണ്ടുകൾ പൊട്ടാനിരിക്കുന്നതേ ഉള്ളൂ. തീർന്നില്ല, ബുക്ക് എഴുതാൻ പോകുക ചിറ്റപ്പൻ. ഞങ്ങളുടെ ചിറ്റപ്പൻ എഴുത്തും വായന അറിയില്ലെന്ന് പറഞ്ഞ തെണ്ടികളെയും ഇവിടെ വാടാ. ബുക്ക് എഴുതും ചിറ്റപ്പൻ. ഗോവിന്ദനെ വലിച്ച് കീറാനുള്ള ഐറ്റം അതിനകത്തിലുണ്ടാവും. പുറത്ത് അധികാരത്തിന്റെ ലാത്തി കാണിച്ചെന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ക്രൂരതയുടെ ആ കാക്കി കുപ്പായം അഴിച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഗോവിന്ദ തച്ച് വെച്ചോളാൻ പറഞ്ഞത് വെറുതെ ഒന്നും അല്ല, വെടിമരുന്ന് നിറച്ചിട്ടുണ്ട്. ബുക്കൊന്ന് പുറത്ത് വന്നോട്ടങ്ങോട്ട്. അരുത് ജയരാജൻ മോനെ, ബുക്ക് എഴുതരുതെന്ന് പിണറായി സഖാവ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഗോവിന്ദന്റെ കൂടെ കൂടി നിങ്ങളും എന്നെ തേച്ചു മുക്കിയ. കൂടെ നിന്നിട്ട് ഓർക്കണം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വിമാനത്തിൽ നെഞ്ചും വിരിച്ചു നിന്നത്. ഇൻഡിഗോയെ വെല്ലുവിളിച്ചതാ എന്നോട്. കൂടെ നിന്നിട്ട് കോൺക്രീറ്റ് ഇട്ടല്ലേ. പൊറക്കൂല, ഇത് പൊറക്കൂല. ഗോവിന്ദനെ എഴുതി തോലപ്പിക്കുമെന്ന് ഇതാ കാണ്. ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിലാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തും. പറയാനാ പറഞ്ഞത്. ബുക്ക് പുറത്തു വരുമ്പോഴത്തേക്ക് ഗോവിന്ദന്റെയും CPM-ന്റെയും മറ്റു നേതാക്കളുടെയും അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ചത്തേ ചത്തേ ഇനി കാല് രണ്ടും കൂട്ടി കെട്ടി തെക്കേ ദിക്കിൽ എവിടേലും കുഴിമാന്ത്. അതായിരിക്കും ചീറ്റപ്പന്റെ യുദ്ധമുറകൾ. CPM കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാണാം.